ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജയറാമിന് ആഹാരം കൊടുത്ത് സന്തോഷത്തോടെ വരുന്ന നന്ദിനിയെയാണ്. അതേസമയം അങ്ങോട്ടേക്ക് രാജലക്ഷ്മി അമ്മ വരികയാണ്. രാജലക്ഷ്മി അമ്മയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദിനി. അമ്മ എന്നെ കണ്ടെന്നാ തോന്നുന്നത്. എന്താണെങ്കിലും അമ്മയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം. ജയേട്ടന് ആഹാരം കൊടുക്കാൻ പോയതാണെന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ രാജലക്ഷ്മി അമ്മ പറയുകയാണ്, സന്തോഷമായല്ലേ? എന്താണെങ്കിലും ഇന്നത്തെ പൂജ ഒരു മുടക്കവും വരാതെ നല്ല രീതിയിൽ തന്നെ അവസാനിച്ചല്ലോ. സാവിത്രി ഇടയുമെന്ന ഞാൻ കരുതിയത്, പക്ഷേ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ അതെ, ഞാനും അങ്ങനെ തന്നെയാ കരുതിയതെന്ന് നന്ദിനിയും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചിരിച്ച് സംസാരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് സാവിത്രി. ആ സാവിത്രി എങ്ങനെയായിരിക്കും പൂജയ്ക്ക് സമ്മതിച്ചത്? ആരാ ഇതിൻ്റെ ഇടയ്ക്ക് വേല വെച്ചത്? മീനാക്ഷിയാണോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ അതെ എന്ന് നന്ദിനി പറയുന്നു. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. സാവിത്രിയോട് മീനാക്ഷി പറഞ്ഞതേ ഈ പൂജയ്ക്ക് സമ്മതിച്ചില്ലെങ്കിൽ അത് അവൾക്ക് ദോഷമായിരിക്കുമെന്നാ. സാവിത്രിയുടെ തന്ത്രമൊന്നും മീനാക്ഷിയുടെ അടുത്ത് എന്താണെങ്കിലും പയറ്റാനാകില്ലെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് നന്ദിനിയും രാജലക്ഷ്മിയും. ഇത് കണ്ട് ദേഷ്യത്തോടെ സാവിത്രി പറയുകയാണ്, അവള് എനിക്കിട്ട് പണി വെച്ചതാണല്ലേ, അവൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സാവിത്രി മീനാക്ഷിയോട് പറയുകയാണ്, നീ തേനെടുക്കാൻ പോകുന്നില്ലേ? അത് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ, ACP വരട്ടെ എന്നിട്ട് ഞാൻ പോകാമെന്ന് മീനാക്ഷി പറയുമ്പോൾ സാവിത്രി പറയുകയാണ്, അതെ, കാർത്തിക് ഈ കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമേ ഇല്ല. ഒരു കാര്യം ചെയ്, നീ പോയി തേനെടുത്തിട്ട് വാ. അവൻ വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. നമ്മുടെ ഇവിടുത്തെ പണ്ടത്തെ ഒരു വേലക്കാരനുണ്ട്, ഞാൻ അയാളെ നിന്റെ ഒപ്പം അയക്കാം. അവൻ ഈ തേനെടുത്തൊക്കെ നല്ല ശീലമാ. ഇത് കേൾക്കുന്ന മീനാക്ഷി അതിന് സമ്മതം മൂളുകയാണ്. കുഞ്ഞുറങ്ങിയതിനു ശേഷം ഞാൻ പോയിക്കോളാമെന്ന് മീനാക്ഷി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സാവിത്രി പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയും കൂടെ അവരുടെ വീട്ടിലെ പഴയ വേലക്കാരനും കൂടി കാട്ടില് തേനെടുക്കാൻ പോകുന്നതാണ്. അവരുടെ പിന്നാലെ തന്നെ അവരെ പിന്തുടർന്നുകൊണ്ട് സാവിത്രിയും ചെല്ലുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ട് കാർത്തിയും മീനാക്ഷിയും പോകുന്നത് കണ്ടിട്ട് സാവിത്രി പറയുകയാണ്, ചിരി വരെയായി. അവൾ അവനെ വശത്താക്കി വെച്ചിരിക്കുക. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് സ്വാമിനാഥന്റെ വീടാണ്. മൈഥിലിയും വൈശാഖും സ്വാമിനാഥന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. മൈഥിലി പറയുക, ഇത്രയും നേരത്തെ ഒന്നും വരണ്ടായിരുന്നു. ഇവിടുള്ളവർ വിചാരിക്കും നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന്. എൻ്റെ മൈഥിലി, താമസിച്ചു വന്നാലേ ആ സ്വാമിനാഥൻ സാറ് എന്ത് വിചാരിക്കും? അതേസമയം സ്വാമിനാഥൻ പുറത്തേക്ക് വരികയാണ്. എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. എന്താ മൈഥിലി കുട്ടി മടിച്ചു നിൽക്കുന്നത്? അകത്തേക്ക് കയറി വരാൻ സ്വാമിനാഥൻ പറയുന്നു. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടെന്ന് മൈഥിലിയും വൈശാഖും പറയുന്നു. അല്ല സാറേ, ബർത്ത്ഡേ ആയിട്ട് ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് ഇപ്പൊ തന്നെ നടന്നോളുമെന്ന് സ്വാമിനാഥൻ പറയുന്നു. അല്ല സാർ, സാറിൻ്റെ ഫാമിലിയൊക്കെ എന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ സ്വാമിനാഥൻ പറയുകയാണ്, ഭാര്യയും ഒരു മോളും അവര് അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. പിന്നെ ഈ ഏകാന്തവാസം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഇത് കേൾക്കുന്ന മൈഥിലി മനസ്സിൽ പറയുകയാണ്, ഇതൊക്കെ കേട്ടിട്ട് എനിക്കാ പേടി തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് കാട്ടിലൂടെ തേൻ അന്വേഷിച്ച് നടക്കുന്ന മീനാക്ഷിയെയും കാർത്തിയെയുമാണ്. അവർക്ക് പിന്നാലെ തന്നെ സാവിത്രിയും ഉണ്ട്. ഏതു നേരത്താണോ എനിക്കിങ്ങോട്ടേക്ക് വരാൻ തോന്നിയതെന്ന് സാവിത്രി മനസ്സിൽ പറയുന്നു. തുടർന്ന് അയാൾ പറയുകയാണ്, അതെ, തേനീച്ച കുത്താൻ സാധ്യതയുണ്ട്. എങ്ങാനും തേനീച്ച കുത്താൻ വരികയാണെങ്കിൽ ദാ ഇതെടുത്ത് പുതയ്ക്കണമെന്ന് പറഞ്ഞ് അയാൾ തന്റെ സഞ്ചിയിൽ നിന്നും ഒരു തുണിയെടുത്ത് കാണിക്കുകയാണ്. അല്ല, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ തേനീച്ചയൊക്കെ പോകില്ലേ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ കല്ലെടുത്തെറിഞ്ഞാലേ തേനീച്ചകൾ കൂട്ടമായി വന്ന് നമ്മളെ ആക്രമിക്കുമെന്ന് അയാൾ പറയുന്നു. ആദ്യം തീ കത്തിച്ച് പുകയുണ്ടാക്കി തേനീച്ചകളെല്ലാം ഇവിടുന്ന് ഓടിക്കണമെന്ന് അയാൾ പറയുമ്പോൾ കാർത്തി അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. സാറ് എൻ്റെ ഒപ്പം വാ, നമുക്ക് തീ കത്തിക്കാനുള്ള വഴി കണ്ടെത്താമെന്ന് പറഞ്ഞ് അയാൾ കാർത്തിയെ കൊണ്ട് പോകുമ്പോൾ സാവിത്രി പറയുകയാണ്, ഇത് തന്നെ അവസരം. അത്രയും പറഞ്ഞുകൊണ്ട് സാവിത്രി തേനീച്ചക്കൂട്ടിലേക്ക് കല്ലെടുത്തെറിയുകയാണ്. പെട്ടെന്ന് തേനീച്ചകളെല്ലാം കൂട്ടമായി മീനാക്ഷിയെ ആക്രമിക്കാനായി ചെല്ലുന്നു. ACP എന്ന് വിളിച്ച് മീനാക്ഷി കരയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പുതപ്പുമായി അങ്ങോട്ടേക്ക് ചെന്ന് മീനാക്ഷിയെ രക്ഷിക്കുകയാണ് കാർത്തി. അതേസമയം ഇത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. തുടർന്ന് തേനീച്ചകളെല്ലാം കൂട്ടമായി സാവിത്രിയുടെ നേരെ ചെന്ന് സാവിത്രിയെ കുത്തുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.